അല്ലാതെ ഹൈക്കോടതിയുടെ വിധി നേരത്തെ ഉള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പോൾ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അത് അറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. ഗൗരവതരമായൊരു കാര്യമാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ, ഗൗരവതരമായ വിധി നേരത്തെ. അതാണിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചത്. ഗുരുതരമായ തെറ്റാണ്. ആ ഒരു മെസ്സേജ് പോലും അയക്കാൻ പാടില്ല. അത് ഡേറ്റ പുറത്തുവിടാൻ പാടില്ല. ഡേറ്റയ്ക്കൊരു സുരക്ഷിതത്വമുണ്ട്, ഡേറ്റ സെക്യൂരിറ്റി ഉണ്ട്. ഇവർക്ക് ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവരെല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ദുരുപയോഗപ്പെടുത്തുക. എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഈ ഇലക്ഷൻ്റെ അവസാന സമയത്ത്, ഖജനാവിൽ 5 പൈസയില്ലാത്ത സമയത്ത് കോടികൾ ചെലവഴിച്ച് ഇവർ പ്രചരണം നടത്തുകയാണ്. പ്രചരണം കോടികൾ, എല്ലാ പത്രങ്ങളിലും കോടികളുടെ പരസ്യം, എല്ലാ സ്ഥലത്തും പരസ്യം. കേരളം മുഴുവൻ ഹോർഡിങ്ങൾ എടുത്തിട്ട് കോടികളുടെ പരസ്യം. ഒരു പൈസയില്ലാത്ത സംസ്ഥാനത്ത്, എല്ലാത്തിനും ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനത്ത് ഈ പണം മുഴുവൻ ബാക്കി കടം മേടിച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ചുമട്ടുതൊഴിലാളി ഫണ്ടിൽ നിന്ന്, ക്ഷേമനിധിയിൽ നിന്ന് 250 കോടി രൂപ എടുക്കാൻ പോവാണ്. 100 കോടി കഴിഞ്ഞ വർഷം കൊടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടില്ല. ഈ വർഷം 250 കോടി എടുക്കാൻ പോവാം. എവിടെ നിന്നെല്ലാം കടമെടുക്കാൻ പറ്റും അവിടെ നിന്നെല്ലാം കടമെടുക്കുക. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് 10,000 കോടി എടുക്കുക. എന്നിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണമാണ്. സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവർ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. അല്ല, അത് ഹൈക്കോടതി വിധി വളരെ കൃത്യമാണ്. അത് ഞങ്ങൾ അവിടെ ഹാജരായി ഞങ്ങൾ ആ സ്റ്റേ പിൻവലിപ്പിക്കും. കാരണം ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത് എന്ത് രേഖയാണ്? CPMൻ്റെ സർക്കുലർ. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നവരാ? പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം. CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMൻ്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് തുടർഭരണം ഉറപ്പാക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഒരു ഡേറ്റ് ഞങ്ങള് ഇല്ലെന്ന് നിങ്ങൾ തെറ്റായ വിവരമാണ്. ഇത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി കൈരളിയുടെ ചോദ്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡേറ്റ ചോർത്തി. എടോ, ഞങ്ങൾ ഡേറ്റ ചോർത്തേക്ക് ഞങ്ങൾക്കെതിരെ കേസെടുത്തോളാൻ പറയാം. എന്നിട്ട് വെറുതെ അബദ്ധം ചോദിച്ചുകൊണ്ട് വരില്ല. അബദ്ധമാണ് പറയുന്നത്. ഏത് വികസന പരിപാടിക്കാണ് ഞങ്ങൾ സഹകരിക്കാത്തത്? അതുകൂടി പറയാൻ പറയാം. ഞങ്ങൾ ആകെ ശക്തിയായി എതിർത്ത ഒരു പദ്ധതി ഏതാ? കേരയിൽ. അത് പോയില്ലേ? നടന്നില്ലല്ലോ. ഇനി മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എതിർത്ത പദ്ധതികൾ ഞങ്ങൾ പറയാം. വിഴിഞ്ഞം പദ്ധതി ഇപ്പൊ ക്രെഡിറ്റ് എടുക്കണ്ടല്ലോ മുഖ്യമന്ത്രി. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി അത് കൊണ്ടുവന്നത്. ഇവരുടെ ദേശാഭിമാനി ലീഡ് വാർത്ത എഴുതിയത് കടൽ കൊള്ളയെന്നാണ്. അപ്പൊ കടൽ വിപ്ലവമായി, കടൽ കൊള്ള എന്ന് പറഞ്ഞു. ഗെയില് ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ മന്ത്രി, വ്യവസായ മന്ത്രി മന്ത്രിസഭയിൽ ഇരിക്കുക. അവരാണ് എല്ലാത്തിനെതിരെ നിന്നത്. മെട്രോയ്ക്കെതിരായി സമരം ചെയ്തു CPM. മെട്രോ റെയിലിനെതിരായി കൊച്ചിയിൽ. ഞങ്ങൾ ആ പരിപാടിക്കൊന്നും പോയിട്ടില്ല. ഞങ്ങൾ കേരളിനെ എതിർത്തു. ആ യാഥാർത്ഥ്യമായാലും കേരളിനെ എതിർത്തത് ശരിയാണെന്ന് എല്ലാവരും സമ്മതിച്ചില്ലേ? അല്ല, അത് നിരോധിക്കേണ്ടതാണ്. അത് മനഃപൂർവ്വമായി മതവിദ്വേഷവും കേരളത്തെ സംബന്ധിച്ചൊരു മോശം
അഭിപ്രായവും രാജ്യത്തെല്ലാം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരായി നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ BJPയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല.